ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എൻ്റെ ഫ്രണ്ട് ഉദയകുമാറിൻ്റെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവമാണ്. അവിടെ ആടിനെ ബലി കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ സ്ഥലം തമിഴ്നാട് രാമേശ്വരം റൂട്ട് മാടക്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് മധുരയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ കയറി. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, എന്നാൽ സന്തോഷകരമായിട്ടുള്ള യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ പുലർച്ചെ 3:15 ആയപ്പോൾ മധുരൈ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ മാട്ടുത്താവണി, അവിടെ നിന്ന് മാടക്കോട്ടെ ബസ്. ഇതൊരു ഗ്രാമപ്രദേശത്തിലേക്കുള്ളൊരു ബസ്സാണ്. പുറത്തെ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ബസ്സിൻ്റെ സൈഡിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ നന്നായി ആസ്വദിച്ചു. ബസ്സിനകത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു, ബസ്സിനകം നല്ല വൃത്തിയുള്ളൊരു ബസ്സായിരുന്നു. അങ്ങനെ ഉദയൻ്റെ വീടെത്തി. ഞാൻ ആദ്യം കണ്ടത് വെള്ളത്തിനായി കാത്തു നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. അതും കഴിഞ്ഞ് നമ്മൾ ഉദയൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ ഉദയൻ്റെ വീടെത്തി. ഉദയൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആദ്യം കണ്ടത് കോലമാണ്. അതിനുശേഷം ഉദയൻ്റെ ബൈക്കെടുത്ത് നമ്മൾ നേരെ പോയത് കുളത്തിൽ കുളിക്കാനാണ്. കുളം നല്ല വലിയൊരു കുളമാണ്. എനിക്ക് കുളം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുളത്തിൽ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കുളത്തിലെ വെള്ളത്തിൽ. അതിനുശേഷം നമ്മൾ പോയത് കുടിവെള്ളം എടുക്കാൻ. ഇതാണ് കുടിവെള്ളം കൊണ്ടുവരുന്ന വണ്ടി. അങ്ങനെ നമ്മൾ 5 കുടം കുടിവെള്ളം വാങ്ങിച്ചു. ഒരു കുടത്തിന് 12 രൂപയാണ്. കാര്യം ഇവിടെ കുഴൽക്കിണറിൻ അടിച്ചാലും ഉപ്പ് രസമുള്ള വെള്ളമാണ്. അതുകൊണ്ട് കുടിവെള്ളം പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ പറ്റൂ. ഈ വണ്ടിയുടെ പേരാണ് ചുക്കുട വണ്ടി. ഈ വണ്ടിയിൽ 5 കുടം വെള്ളം കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഈ പുളിയുടെ മൂട്ടിൽ ഒരു കട്ടിലെടുത്തിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പോയത് അമ്പലത്തിലേക്കുള്ള ഹാരം കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. അത് ഇവർ തൊട്ടടുത്തൊരു സിറ്റി കണക്കുള്ള സ്ഥലമുണ്ട്. അവിടെ പോയി ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ നല്ല ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ കരുതി കരിക്ക് കുടിക്കാം. ഒരു കരിക്കിന് ഇവിടെ 80 രൂപയാണ് ചാർജ്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ CPM പ്രവർത്തകർ സമരം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. വൈകിട്ട് പൂക്കൾ വാങ്ങിക്കാൻ വീണ്ടും ഈ സ്ഥലത്ത് തന്നെ വന്നു. 2 ഹാരത്തിനിവിടെ 1500 രൂപയാണ്. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഈ ഹാരം വീട്ടിൽ വെച്ചതിന് ശേഷം അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ നിറയെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിനകത്ത് കയറി ദർശനമൊക്കെ നടത്തി. ഈ അമ്പലത്തിൽ വെച്ചാണ് നാളെ ആടിനെ ബലി കൊടുക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് കറുപ്പ് സ്വാമിയുടെ അമ്പലമാണ്. പിന്നെ ഇതിൽ കുതിരപ്പുറത്ത് വരുന്ന ഒരു ദൈവം ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞാനും ഉദയനും അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. നേരെ നാടകം നടക്കുന്ന സ്ഥലത്ത് പോയി. ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ച ഈ കോളാമ്പിയാണ്. ഈ കോളാമ്പി പോസ്റ്റിന് നേരെ താഴ്ത്തിയാണ് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടുത്തോട്ട് പോകാൻ വയ്യ, ഭയങ്കര സൗണ്ടാണ്. അങ്ങനെ നമ്മൾ നാടകമൊക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ടു. മണി 11:30 അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഫ്ലെക്സ് അമ്പലത്തിൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അങ്ങനെ രാത്രി 11:30 തിരിച്ച് റോട്ടിൽ കൂടി വന്നപ്പോൾ പോസ്റ്റിൽ വെട്ടവുമില്ല, ഒന്നുമില്ല, ഫുൾ ഇരുട്ടാണ്. ഈ വീഡിയോ ഇവിടെ തീരുന്നു. ബാക്കി